ആ ശരി എന്താ വെച്ചപ്പോ കട തുറക്കാത്തെ? അതിൻ്റെ കഥയൊന്നും ഇപ്പോൾ പറയേണ്ടത് നോക്കത്താക്ക. അതെന്താ കുട്ടിയെ? ആകെ ഇടങ്ങാറായി. നിങ്ങൾക്ക് അറിയാലോ, പണ്ട പണയം വെച്ചിട്ടും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടും ഞാൻ ഈ പരിപാടി തന്നെ തുടങ്ങിയത്. അപ്പൊ കുട്ടി എനക്ക് നല്ല കച്ചവടം കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ തീരെ കച്ചവടമില്ലാതെ. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അതേമാതിരത്തെ ഒരു കട അപ്പുറത്ത് വേറെ ചങ്ങായി തുടങ്ങിപ്പോയി. ഇപ്പോൾ ഓനക്കും കച്ചവടമില്ല, എനിക്കും കച്ചവടമില്ല. ഇപ്പോൾ രാവിലെ തുറക്കണൊക്കെ ഉച്ചക്ക് പോയിട്ട് വെറുതെ തുറക്കുക, പൊടി തട്ടിയിരിക്കുകയാണ്. അതിൽക്കൂടെ ബിൽഡിംഗ് ഓണർമാർ വാടകയും കൂട്ടാം. ബിൽഡിംഗ് ഓണർ വാടക കൂട്ടി ഒക്കെ പാടെ അതന്നെയാണ് ഇപ്പോൾ വലിയ കാരണം അവർക്ക് 10 രൂപേനെ കച്ചവടം കണ്ടു വാടക കൂട്ടുകയാണ്. അതോടെ സ്വഭാവമാണ്. ഇപ്പോൾ കൂട്ടിക്കൊണ്ട് വാടക കൂട്ടി. പിന്നെ ഇപ്പോൾ സുഖത്താക്ക ഒരുവിധം ആൾക്കാരൊക്കെ ഇപ്പോൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന പരിപാടിയാണ്. നമ്മളെ പോലെ ചെറു കച്ചവടക്കാരൊക്കെ ഇപ്പോൾ ആകെ ഇരിക്കേണ്ട ഗതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, ഒരു 5, 6 പിരിവേര് ദിവസവും വരും. ഒരു 10 ഉറുപ്പ്യയിലേക്കുള്ള ബക്കറ്റിൽ ഇട്ട് കൊടുക്കണ്ടേ? നമ്മളെപ്പോലെ കച്ചവടക്കാരാണ് ഇപ്പോൾ ഇവരൊക്കെ സഹായിക്കണതേ. എന്താ ചെയ്യാലേ? ഞാൻ പോട്ടല്ലേ, ആ ആയിക്കോട്ടെ കട തുറക്കട്ടെ. എന്താ